ഒരു ബ്ലാക്ക് പാന്തർ ഒരു കൂട്ടം മാനുകൾക്കിടയിലേക്ക് നടന്നു വന്നു. പക്ഷെ അവൻ ആരെയും ഉപദ്രവിച്ചില്ല. കാരണം ഈ കാട്ടിൽ ഒരു നിയമമുണ്ട്. വേനൽക്കാലത്ത് ഈ തടാകത്തിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെയൊന്നും ആർക്കും വേട്ടയാടാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അവർ ആ കാടിന് തന്നെ ശത്രുവായി മാറും. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും ഈ ഒരു തടാകത്തിൽ നിന്നാണ് സമാധാനത്തോടെ വെള്ളം കുടിക്കുന്നത്. പക്ഷെ ആ സമാധാനം അധികം നീണ്ടുപോയില്ല. ആ കാട്ടിൽ ക്രൂരനായ ഒരു കടുവയുണ്ടായിരുന്നു. അവൻ അവിടെ വെള്ളം കുടിക്കാനല്ല, മറിച്ച് ഒരു പയ്യനെ ആക്രമിക്കാൻ വന്നതാണ്. കാരണം ഒരിക്കൽ ആ പയ്യന്റെ അച്ഛന്റെ ആക്രമണത്തിൽ ആ കടുവയുടെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നിലനിന്ന കാട്ടിലെ നിയമവും ഒരു കൂട്ടം ചെന്നായ്ക്കൾ എതിർത്തു നിന്നതിനാലും ആ കടുവ ആ പയ്യനെ ആക്രമിച്ചില്ല. അവൻ ചെന്നായ്ക്കൂട്ടത്തോട് പറഞ്ഞു, വേനൽക്കാലം മാറും, മഴ വരും, അന്ന് ഈ പയ്യനെ ഞാൻ കൊല്ലും. വൈകാതെ മഴക്കാലമെത്തി. കടുവയുടെ വാക്കുകൾ ചെന്നായ്ക്കൂട്ടത്തെ പേടിപ്പെടുത്തി. ചെന്നായ്ക്കൂട്ടത്തിന്റെ കൂടെ വളർന്ന ആ പയ്യൻ അവരുടെ പേടി മനസ്സിലായി. തന്നെ വളർത്തിയവരെ അപകടത്തിലാക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ആ കാട്ടിൽ നിന്നും പോകാൻ തീരുമാനിച്ചു. അവന്റെ ടീച്ചറായിരുന്ന ബ്ലാക്ക് പാന്തർ പറഞ്ഞു, മനുഷ്യർക്ക് മാത്രമേ ഇവനെ രക്ഷിക്കാൻ സാധിക്കൂ. ആ പയ്യൻ തന്നെ വളർത്തിയ ചെന്നായ്ക്കൂട്ടത്തോട് വിട പറഞ്ഞു. അവൻ മനുഷ്യരുടെ അടുത്തേക്ക് നടന്നു. അവൻ അധികം സഞ്ചരിക്കാൻ സാധിച്ചില്ല. ബ്ലാക്ക് പാന്തർ അപകടം മണത്തു. പെട്ടെന്ന് കടുവ പയ്യന് നേരെ പാഞ്ഞു വന്നു. പയ്യനെ രക്ഷിക്കാൻ ബ്ലാക്ക് പാന്തർ കടുവയുമായി ഏറ്റുമുട്ടി. പക്ഷെ അധികം പിടിച്ചു നിൽക്കാനായില്ല. കടുവ പയ്യന്റെ പുറകെ പാഞ്ഞു. പയ്യൻ ജീവനും കൊണ്ട് ഓടി. ഒരു കൊക്കയുടെ സൈഡിലെത്തി. അവസാന നിമിഷം ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ഓടി വന്ന് കടുവയെ ഇടിച്ചു തെറിപ്പിച്ചു. ആ സമയം കൊണ്ട് താഴേക്ക് ചടിയ പയ്യനെ കടുവ കണ്ടുപിടിച്ചു. പയ്യൻ കാട്ടുപോത്തിന്റെ കൊമ്പിൽ പിടിച്ച് ദൂരേക്ക് രക്ഷപ്പെട്ടു. ആ ദേഷ്യത്തിൽ കടുവ ചെന്നായ്ക്കൂട്ടത്തെ ആക്രമിച്ച് അവരുടെ നേതാവിനെ കൊന്ന് കൊക്കയിലെറിഞ്ഞു. അതേസമയം പയ്യൻ ഒരു ഐലൻഡിൽ എത്തിപ്പെട്ടു. അവൻ ആ സ്ഥലം മുൻപ് കണ്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് അവനൊരു പാമ്പിന്റെ പടം പൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അത് അസാമാന്യ വലിപ്പമുള്ളതായിരുന്നു. അവൻ മുന്നോട്ട് നടന്നു. പോകുന്തോറും കാട് കൂടുതൽ ഭീകരമായി തോന്നി. പെട്ടെന്ന് ഒരു ഭീമാകാരൻ പാമ്പ് അവന് നേരെ വന്നു. അത് ഉടനെ അവനെ ആക്രമിച്ചില്ല. അതിന്റെ കണ്ണിന് ഒരു ശക്തി ഉണ്ടായിരുന്നു. അതിൽ നോക്കിയ പയ്യൻ തന്റെ പാസ്റ്റ് കാണാൻ തുടങ്ങി. തീരെ കുട്ടിയായിരുന്നപ്പോൾ തന്റെ അച്ഛന്റെ കൂടെ യാത്ര ചെയ്ത് ഒരു ഗുഹയിലെത്തി. ഒരു രാത്രി ഒരു കടുവ അവിടെ എത്തി. അവന്റെ അച്ഛൻ ആ കടുവയെ തീ കൊണ്ട് കുത്തി. പക്ഷെ ആ കടുവ അവന്റെ അച്ഛനെ കൊന്നു. പരിക്ക് പറ്റിയ കടുവ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് ഒരു ബ്ലാക്ക് പാന്തർ ആ കൊച്ചുകുട്ടിയെ കാണുന്നു. അവനെ വളർത്താൻ സാധിക്കാത്തതിനാൽ ആ കുട്ടിയെ അവൻ ചെന്നായ്ക്കൂട്ടത്തിന് നൽകി. ഇപ്പോൾ അവന് തന്റെ പാസ്റ്റ് മുഴുവൻ മനസ്സിലായി. പക്ഷെ അവന് മനസ്സിലായില്ല അവൻ എത്ര വലിയ അപകടത്തിലാണ് എത്തിയിരിക്കുന്നതെന്ന്. ഭീമാകാരൻ പാമ്പ് ചുറ്റിവരിഞ്ഞ് പയ്യനെ വിഴുങ്ങാനായി അടുത്തു വന്നു. പെട്ടെന്ന് ആരോ പാമ്പിനെ ആക്രമിച്ചു. പാമ്പിന്റെ പിടിയിൽ നിന്നും വീണ പയ്യന്റെ ബോധം പോയി. കണ്ണു തുറന്ന പയ്യൻ കണ്ടത് ഒരു വലിയ കരടിയെയാണ്. അവനായിരുന്നു പയ്യനെ രക്ഷിച്ചത്. കരടി അവനെയും കൊണ്ട് ഗുഹയ്ക്ക് പുറത്തിറങ്ങി ഒരു മലയുടെ അടിവാരത്തെത്തി. പയ്യനെ രക്ഷിച്ചതിന് പകരമായി തനിക്ക് മുകളിലുള്ള തേനെടുത്തു തരണമെന്ന് കരടി പറയുന്നു. തനിക്ക് അതിന് കഴിയില്ലെന്നും തേനീച്ച തന്നെ കുത്തുമെന്നും പയ്യൻ പറഞ്ഞപ്പോൾ ആ കരടി അവന്റെ മുൻപിൽ കിടന്ന് കൊതിമുത്ത് അപേക്ഷിക്കാൻ തുടങ്ങി. പയ്യൻ അവനെ സഹായിക്കാൻ തീരുമാനിച്ചു. അവൻ വലിയൊരു മരത്തിൽ നിന്ന് വള്ളി മുറിച്ചെടുത്തു. അത് കെട്ടി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. താഴെ തൂങ്ങിക്കിടന്ന തേനടയിൽ ശക്തിയായി ചവിട്ടി. അത് താഴേക്ക് വീണു. കരടി അത് ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. താഴെ നിന്നിരുന്ന ഒരു പന്നിയെ പോലും അവൻ വെറുതെ വിട്ടില്ല. ഈ പയ്യന്റെ പേര് മൗഗ്ലി എന്നാണ്. കരടിയുടെ കൂടെ താമസമാക്കിയ അവൻ കരടിക്ക് വീണ്ടും തേനെടുത്ത് നൽകി. ഒരു ദിവസം മൗഗ്ലിയും ബാലു എന്നു പേരുള്ള കരടിയും നദിയിൽ കുളിക്കുകയായിരുന്നു. അവർ വളരെ സന്തോഷത്തോടെ പാട്ടുകൾ പാടി വെള്ളം തെറിപ്പിച്ച് ഒഴുകി നടന്നു. പെട്ടെന്ന് നദിക്കരയിലെ കുറ്റിച്ചെടികൾ ഇളകാൻ തുടങ്ങി. ബാലു മൗഗ്ലിയോട് തന്റെ പുറകിലൊളിക്കാൻ പറഞ്ഞു. ബാലു അതിനടുത്തേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് അതിനുള്ളിൽ നിന്നും ഒരു കരിമ്പുലി ഇറങ്ങി വന്നു. അത് മൗഗ്ലിയുടെ കൂട്ടുകാരനായ ബഗീരയായിരുന്നു. അവൻ പറഞ്ഞു മൗഗ്ലി ഉടനെ തന്നെ മനുഷ്യരുടെ അടുത്തേക്ക് പോകണമെന്ന്. പക്ഷേ മൗഗ്ലിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. അവൻ തന്റെ ഗുഹയും താൻ വള്ളി കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളും ബഗീരയ്ക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ ബഗീരയുടെ പേടി മാറിയില്ല. അവൻ മൗഗ്ലിയോട് മനുഷ്യരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ബാലുക്കരടിയും മൗഗ്ലിയോട് രക്ഷപ്പെടാൻ പറയുന്നു. അന്ന് രാത്രി മൗഗ്ലി ഒരു ആനയുടെ കരച്ചിൽ കേൾക്കുന്നു. ശബ്ദം കേട്ട് ചെന്ന് നോക്കിയ മൗഗ്ലി കണ്ടത് ഒരു ആനക്കുട്ടി കുഴിയിൽ വീണ് കിടക്കുന്നതാണ്. മൗഗ്ലി ഉടനെ തന്റെ ഗുഹയിൽ പോയി താൻ ഉണ്ടാക്കിയെടുത്ത കയറുമായി ചെന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോഴേക്കും ആനക്കുട്ടിയെ കുഴിയിൽ നിന്നും കരക്ക് കയറ്റിയിരുന്നു. ബഗീരയും ബാലുവും ഈ കാഴ്ച ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ബാലുക്കരടി വിചാരിച്ചു ബഗീര തന്റെ തീരുമാനം മാറ്റുമെന്ന്. പക്ഷെ അവൻ പറഞ്ഞു, ഷേർഖാൻ എന്ന ഭീകരനായ ഒരു കടുവ മൗഗ്ലിയെ കൊല്ലാനായി നടക്കുന്നുണ്ട്. അവൻ ഇപ്പോൾ തന്നെ മൗഗ്ലിയെ വളർത്തിയ ചെന്നായ്ക്കൂട്ടത്തിന്റെ ലീഡറിനെ കൊന്നുകളഞ്ഞു. അടുത്ത ലക്ഷ്യം മൗഗ്ലിയാണ്. മൗഗ്ലി കാട്ടിൽ നിൽക്കുന്നത് അപകടമാണ്. അവൻ മനുഷ്യരുടെ ഗ്രാമത്തിലേക്ക് പോകണം. അവർക്കേ അവനെ രക്ഷിക്കാൻ സാധിക്കൂ. ബഗീര ബാലുവിനോട് അവനെ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്നു. ബാലു മൗഗ്ലിയോട് ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ലെന്നും തേനെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്റെ കൂട്ടുകൂടിയതെന്നും പറയുന്നു. ഇത് കേട്ട് മൗഗ്ലിക്ക് സങ്കടമാവുന്നു. അവൻ വലിയൊരു മരത്തിൽ കയറി ഒറ്റയ്ക്കിരിക്കുന്നു.
അപ്പോൾ ഒരു കുട്ടിക്കുരങ്ങൻ വന്ന് മൗഗ്ലിയെ ശല്യപ്പെടുത്തുന്നു. മൗഗ്ലി കുരങ്ങനെ ആട്ടിപ്പായിച്ചു. പെട്ടെന്ന് 2 കൈകൾ വന്ന് മൗഗ്ലിയെ പൊക്കിയെടുത്തു. അതേസമയം ഒരു കൂട്ടം കുരങ്ങന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ മൗഗ്ലിയെ ഉയർത്തി കൈമാറി എങ്ങോട്ടോ കൊണ്ടുപോയി. ശബ്ദം കേട്ട് ബാലുവും ബഗീരയും പുറകെ ഓടി. അവരെ എത്രയൊക്കെ ഓടിയിട്ടും പിടിക്കാൻ സാധിച്ചില്ല. അവർക്കൊരു പുഴ തടസ്സമായി നിന്നു. ബാലു കരടി ഒന്നും നോക്കാതെ നേരെ പുഴയിലേക്ക് എടുത്തു ചാടി. ബഗീര അവന്റെ മുതുകിൽ കയറി മറുകരയിലേക്ക് ചാടി. മൗഗ്ലിയെ കുരങ്ങന്മാർ ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ബാലുവിന് മല കയറാൻ സാധിക്കുമായിരുന്നില്ല. ഇത് കണ്ട ബഗീര ഒറ്റയ്ക്ക് പോകാം എന്ന് പറയുന്നു. പക്ഷെ തന്റെ കൂട്ടുകാരനായ മൗഗ്ലിക്ക് വേണ്ടി തന്റെ ഭയത്തെ ബാലു കരടി മാറ്റിവെച്ചു. മൗഗ്ലിയെ മല തുറന്നുണ്ടാക്കിയ ഒരു കൊട്ടാരത്തിലേക്ക് കുരങ്ങന്മാർ കൊണ്ടുപോയി. പണ്ടെങ്ങോ മനുഷ്യർ പണിതാണ് അത്. മൗഗ്ലിയെ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ പഴങ്ങളും പലതരം പാത്രങ്ങളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കുരങ്ങന്മാർ ഒക്കെ പേടിച്ച് ഒളിക്കാൻ തുടങ്ങി. ഒരു ഭീമാകാരൻ കൈവന്ന് കുറെ മാങ്ങകൾ എടുത്തു. വലിയ ആൾക്കുരങ്ങായിരുന്നു അത്. ഈ കാട് ഭരിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷെ അതിന് അവന് തീ വേണമായിരുന്നു. പക്ഷെ മനുഷ്യർക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് മൗഗ്ലിയെ അവർ പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ചെന്നായ്ക്കളുടെ കൂടെ വളർന്ന മൗഗ്ലിക്ക് തീയുണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഇത് കേട്ട് ആൾക്കുരങ്ങിന് ദേഷ്യം വന്നു. അവൻ വലിയ ശബ്ദത്തിൽ അലറാൻ തുടങ്ങി. പെട്ടെന്ന് അവിടേക്ക് ബാലുക്കരടി നടന്നു വന്നു. അവൻ തന്റെ കൂട്ടുകാരനോടെന്ന പോലെ ആൾക്കുരങ്ങിനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോഴേക്കും പുറകിൽ കൂടി ബഗീര വന്ന് മൗഗ്ലിയെ അവിടുന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ അതിനിടയിൽ ഒരു കുരങ്ങൻ അത് കണ്ടു. അവൻ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആൾക്കുരങ്ങ് അത് കണ്ടു. അവൻ അവരെ ആക്രമിക്കാൻ നിർദ്ദേശം കൊടുത്തു. അവർ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറായി. അവൻ കെട്ടിടത്തിന്റെ ചുമരിലൂടെ തൂങ്ങി മൗഗ്ലിയെ പിടിക്കാൻ പാഞ്ഞു. മൗഗ്ലി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആൾക്കുരങ്ങ് അവന് മുമ്പിൽ വന്നു നിന്ന് ചോദിച്ചു, "നീ എങ്ങോട്ടാണ് ഓടുന്നത് മനുഷ്യക്കുഞ്ഞ്?" മൗഗ്ലി പറഞ്ഞു, "ഞാൻ ചെന്നായ്ക്കളുടെ രാജാവായ അക്കിലയുടെ അടുത്തേക്ക് പോവുകയാണ്." അത് കേട്ട് ആൾക്കുരങ്ങ് പറഞ്ഞു, "അക്കിലയെ ഷേർഖാൻ കൊന്നു. നിന്റെ കൂട്ടുകാർ അത് പറഞ്ഞില്ലേ?" മൗഗ്ലിയുടെ ഹൃദയം തകർന്നു. അവൻ തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. പുറത്ത് ബഗീരയും ബാലുവും കുരങ്ങുകളുടെ ആർമിയെ നേരിടുകയായിരുന്നു. ബാലു ആദ്യമായി വലിയ ശബ്ദത്തിൽ ഗർജിച്ചു. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും കുരങ്ങ് സൈന്യം ബാലുവിനെ ആക്രമിക്കാൻ പൊതിഞ്ഞു. ആൾക്കുരങ്ങ് ഇതേ സമയം മൗഗ്ലിയെ തിരഞ്ഞുകൊണ്ടിരുന്നു. മൗഗ്ലി ഒളിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആൾക്കുരങ്ങ് മൗഗ്ലിയെ കണ്ടുപിടിച്ചു. മൗഗ്ലി ഓടാൻ തുടങ്ങി. പുറകെ ആൾക്കുരങ്ങ്. അവൻ കെട്ടിടത്തിന്റെ തൂണുകൾ പൊളിച്ചുകൊണ്ടാണ് ഓടുന്നത്. മൗഗ്ലി ചാടി അതിൽ നിന്നും രക്ഷപ്പെട്ടു. ആൾക്കുരങ്ങും അവന് പുറകെ വന്നു. പക്ഷേ കെട്ടിടം അപ്പാടെ തകർന്ന് ആൾക്കുരങ്ങിനെ മുകളിലേക്ക് വീണു. അവൻ അതിനടിയിൽപ്പെട്ടു. കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് കണ്ട് ബഗീരയും ബാലുവും മൗഗ്ലി അതിൽ പെട്ടിരിക്കുമോ എന്നോർത്ത് പേടിച്ചു നിന്നു. കുരങ്ങ് സൈന്യം തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പെറുക്കി മാറ്റി തങ്ങളുടെ രാജാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ബഗീരയും ബാലുവും തങ്ങളുടെ കൂട്ടുകാരനെ അതിനടിയിൽ തിരഞ്ഞു. പെട്ടെന്ന് ദൂരെ മരത്തിൽ നിന്നും മൗഗ്ലിയുടെ ശബ്ദം കേട്ടു. മൗഗ്ലി ബഗീരയോട് അഖില മരിച്ച കാര്യം തന്നോട് പറയാതിരുന്നതിനെ പറ്റി ചോദിച്ചു. മൗഗ്ലിയെ വിഷമിപ്പിക്കാതിരിക്കാൻ താൻ അങ്ങനെ ചെയ്തതാണെന്ന് ബഗീര പറഞ്ഞു. അഖിലയുടെ മരണത്തിന് ആരെങ്കിലും പകരം ചോദിക്കണം, അതിന് പറ്റിയ ആൾ താനാണെന്ന് പറഞ്ഞ ശേഷം മൗഗ്ലി താഴേക്ക് ചാടി. അവൻ ദൂരേക്ക് ഓടാൻ തുടങ്ങി. അവൻ പോയത് കാടിന്റെ അതിർത്തിയിലുള്ള ഗ്രാമത്തിലേക്കായിരുന്നു. അന്ന് അവൻ ആദ്യമായി മനുഷ്യരെ കണ്ടു. പക്ഷെ അവന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അവിടുന്ന് കൈക്കലാക്കിയ തീപ്പന്തവുമായി മൗഗ്ലി കാട്ടിലേക്ക് ഓടി. ബഗീരയും ബാലുവും മൗഗ്ലിയെ തേടി നടന്നു. മൗഗ്ലി പോകുന്ന വഴിയിൽ തീപ്പൊരി വീണ് തീപിടിക്കാൻ തുടങ്ങി. അവൻ നേരെ ഷേർഖാന്റെ മടയിലേക്കാണ് ചെന്നത്. കാട്ടിലെ മൃഗങ്ങളെല്ലാം അവിടെ ഒത്തുകൂടിയിരുന്നു. ഷേർഖാൻ അവിടേക്ക് എത്തി. പക്ഷെ അപ്പോഴേക്കും നിലത്ത് വീണ തീപ്പൊരി പടർന്ന് വലിയൊരു കാട്ടുതീയായി മാറിയിരുന്നു. മൗഗ്ലി ഈ കാട് നശിപ്പിക്കുമെന്നും അവൻ മനുഷ്യവർഗമാണെന്നും അവൻ അത് തന്നെ ചെയ്യുമെന്നും ഷേർഖാൻ പറഞ്ഞു. അത് കേട്ട് മൗഗ്ലി തീപ്പന്തം ദൂരെ കളഞ്ഞു. ഷേർഖാൻ ഉടനെ മൗഗ്ലിയെ ആക്രമിക്കാൻ അടുത്തു. മൗഗ്ലിയുടെ കൂടെ ഒരു കൂട്ടം മൃഗങ്ങൾ ഒത്തുകൂടി. ഷേർഖാൻ പാഞ്ഞു വന്നതും ബാലു അവന് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ ഷേർഖാൻ ബാലുവിനെ കീഴ്പ്പെടുത്തി. ഉടനെ ചെന്നായ്ക്കൂട്ടം യുദ്ധത്തിന് തയ്യാറായി. മൗഗ്ലിയുടെ കൂടെ പോകാനൊരുങ്ങിയപ്പോൾ ബഗീര അവനെ തടഞ്ഞു. ബഗീര പറഞ്ഞു, "നീയൊരു ചെന്നായല്ല, നീ മനുഷ്യനാണ്, അവനെപ്പോലെ ഫൈറ്റ് ചെയ്യൂ." അത് കേട്ടത് മൗഗ്ലി തീപടർന്ന ഭാഗത്തേക്ക് ഓടി. ചെന്നായ്ക്കൂട്ടം ഷേർഖാനെ ആക്രമിച്ചു. ഷേർഖാൻ മൗഗ്ലിയുടെ പുറകെ ഓടി. അപ്പോൾ ബഗീര അവനെ ഫൈറ്റ് ചെയ്തു. അവനും ഷേർഖാനെ അധികം തടഞ്ഞു നിർത്താനായില്ല. ഇതേസമയം മൗഗ്ലി വലിയൊരു മരത്തിൽ നിന്നും വള്ളികൾ മുറിച്ചെടുത്തു. ഒരു വലിയ ഉണങ്ങിയ മരത്തിന് മുകളിലേക്ക് കയറി. പുറകെ ഷേർഖാൻ. മൗഗ്ലി കയർ മരത്തിൽ കെട്ടി താഴേക്കിട്ടു. അകം പൊള്ളയായ മരത്തിനകത്തൂടി ഷേർഖാൻ മൗഗ്ലിയെ ആക്രമിക്കാൻ നോക്കി. മൗഗ്ലി ആ മരത്തിന്റെ നീളമുള്ള കൊമ്പിലേക്ക് നടന്നു. താഴെ കാട് മുഴുവൻ തീയിലമർന്നിരിക്കുകയായിരുന്നു. ഷേർഖാൻ ആ മരക്കൊമ്പിലേക്ക് നടന്നു വന്നു. മൗഗ്ലിയെ നോക്കി ഷേർഖാൻ ചാടിയതും മൗഗ്ലി ഉടനെ താൻ കെട്ടിയ വള്ളിയിലേക്ക് ചാടിപ്പിടിച്ചു. ഉണങ്ങിയ കൊമ്പൊടിഞ്ഞ് ഷേർഖാൻ താഴെ തീയിലേക്ക് വീണു. അങ്ങനെ ഷേർഖാൻ മരിച്ചു.
അപ്പോഴേക്കും ഒരു വലിയ ആനക്കൂട്ടം അങ്ങോട്ടേക്ക് നടന്നു വന്നു. മൗഗ്ലി നേരത്തെ രക്ഷിച്ച ആനക്കുട്ടിയുടെ ഫാമിലിയായിരുന്നു അത്. അവർ എല്ലാവരും ഒരുമിച്ച് വലിയ പാറക്കഷ്ണങ്ങളും മരങ്ങളും വെച്ച് ഒരു ഡാം ഉണ്ടാക്കി പുഴയിലെ വെള്ളം വഴിതിരിച്ചു വിട്ടു. വെള്ളം കാട്ടുതീ പടർന്ന പ്രദേശത്തേക്ക് ഒഴുകി. തീ മുഴുവനായി അണഞ്ഞു. മൗഗ്ലി വീണ്ടും ആ കാട്ടിൽ തന്നെ താമസിച്ചു. ചെന്നായ്ക്കൂട്ടം വളർത്തിയ മനുഷ്യക്കുട്ടിയായി.